നമുക്ക് ദോഷമായിട്ടുള്ള, നമ്മെ നശിപ്പിക്കും വിധത്തിലുള്ള വിഷലിപ്തമായ ബന്ധങ്ങൾ എന്നതുതന്നെയാണ് ടോക്സിക് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആരുമാകാം, സുഹൃത്തുക്കളാകാം, പങ്കാളിയാകാം, എന്തിനധികം മാതാപിതാക്കൾ തന്നെയുമാകാം. പക്ഷെ ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് പോകുന്നത് വ്യക്തിയെ തകർക്കുകയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞ് ബന്ധം ഉപേക്ഷിക്കുക എന്നതാണ് ഏക പോംവഴി. എന്തെല്ലാമാണ് ടോക്സിക് റിലേഷൻഷിപ്പിന്റെ സ്വഭാവങ്ങൾ? ഒരു വ്യക്തി നിങ്ങൾക്ക് ടോക്സിക് ആണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതിലൊന്നാമത്തേത്, അവർ നിങ്ങളുടെ സ്വകാര്യത മാനിക്കില്ല എന്നതാണ്. ഏത് വിധേനയും നിങ്ങളിലേക്ക് കടന്നുകയറാൻ അവർ മടിക്കില്ല. ഇവരിൽ നിന്ന് നിങ്ങൾ അകലാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളോട് മോശമായി പെരുമാറാം. ഇതും ഒരു സൂചനയാണ്. ഒന്നെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും ഇവരുടേത്, അതല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടും ഇരിക്കും. എന്തായാലും നിങ്ങൾക്ക് മുകളിൽ ഒരു അധികാരം സ്ഥാപിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കൺട്രോൾ ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാം, എന്നാൽ മാനിപ്പുലേഷൻ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ടോക്സിക് ആയത് നിങ്ങളുടെ എത്ര അടുത്ത ആളാണെങ്കിലും അവർ നിങ്ങളോട് യഥാർത്ഥത്തിൽ സൗഹാർദ്ദപരമായി പെരുമാറുന്നവർ ആയിരിക്കില്ല. ധാരാളം കള്ളങ്ങളും പറയും. സാങ്കല്പികമായതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വസ്തുതകൾ വളച്ചൊടിക്കും. ഈ കള്ളം പറച്ചിൽ ഇവരുടെ സ്ഥിരം പരിപാടിയും ആയിരിക്കും. ഇവരുടെ പ്രശ്നങ്ങൾ മറച്ചു പിടിക്കുന്നതിനു വേണ്ടിയും ധാരാളം കള്ളങ്ങൾ ഉപയോഗപ്പെടുത്തും. ടോക്സിക്കായ വ്യക്തികളുടെ ബന്ധങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ്, അവർ പറയുന്നത് എപ്പോഴും ശരിയായിരിക്കുമെന്ന് അവർ വാദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ തെറ്റുകൾ സമ്മതിക്കാൻ ഏറെ പ്രയാസകരമായിരിക്കും. എപ്പോഴും ഇരവാദം മുന്നോട്ട് വെക്കുന്നതും ഇവരുടെ ലക്ഷണമാണ്. എന്നുവെച്ചാൽ താൻ ഇരയാണ്, താനാണ് ഇര എന്ന് ചിത്രീകരിച്ചുകൊണ്ടേയിരിക്കും. മുൻവിധിയോടെ കാര്യങ്ങളെയും വ്യക്തികളെയും അമിതമായി സമീപിച്ചുകൊണ്ടിരിക്കുന്നതും ഇവരുടെ രീതിയാണ്. മുൻവിധികൾ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ ഇവരിൽ ഇത് അപകടകരമായ തോതിലായിരിക്കും ഉണ്ടായിരിക്കുക. എപ്പോഴും നിങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങളും സഹായങ്ങളും പറ്റുക എന്നതല്ലാതെ തിരിച്ചു തരുന്ന കാര്യത്തിൽ അവർ പിന്നിലായിരിക്കും. നിങ്ങളുടെ സമയം, ഊർജം, പണം, സാമൂഹികമായ നിങ്ങളുടെ മൂലധനം, സ്നേഹം, മറ്റു വസ്തുതകൾ, ബന്ധങ്ങൾ എല്ലാം അവർ എടുക്കും. ഇതിലൊന്നും തിരിച്ചു തരണമെന്നില്ല. നിങ്ങളെ ക്ഷീണിതരായും ഉൽപാദനക്ഷമതയില്ലാത്തവരായും ആക്കി തീർക്കാനേ ഇവർക്ക് സാധിക്കൂ. നിങ്ങളുടെ അവസാനത്തുള്ളി ഊർജവും ചോർന്ന് നിങ്ങൾ അവശരാകുന്നൊരു അവസ്ഥ, ആത്മവിശ്വാസമില്ല, പ്രതീക്ഷയില്ല, അഭിനന്ദനമില്ല എന്നൊക്കെയുള്ള അവസ്ഥ. ടോക്സിക് ബന്ധങ്ങൾ വ്യക്തി എന്ന നിലയിലുള്ള വളർച്ചയെയും കരിയറിനെയുമെല്ലാം ഒരുപോലെ ബാധിക്കാം. എന്നതിനാൽ ഇവ ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ആവശ്യമെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരെ സമീപിച്ച് കൗൺസിലിംഗോ സഹായമോ തേടാവുന്നതാണ്.